സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമായി കടമെടുപ്പ്. ഇത്തവണ 4000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 2-നാകും ലേലം നടക്കുക. 3000 കോടി രൂപ കടമെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഭീമമായ തുകയ്ക്കുള്ള അടുത്ത കടമെടുപ്പ്. വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സാമ്പത്തികമായി കേരളം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്. അത്രത്തോളം മാരകമായ ഒരവസ്ഥയിലേക്ക്, ഭയാനകമായ ഒരവസ്ഥയിലേക്കാണ് പിണറായി സർക്കാർ കേരളത്തെ കൊണ്ട് എത്തിച്ചത്. കടമെടുത്ത് മുടിയുക, കടമെടുത്ത് ആർഭാടം നടത്തുക, അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3000 കോടി രൂപ കടമെടുത്ത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും കടപ്പത്രം ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിച്ചേർന്നത്, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു KP. കാരണം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യത എന്ന് പറയുന്നത് 4,94,091 കോടിയാണ്. ഈ ഡിസംബർ ആകുമ്പോഴേക്കും അത് 5 ലക്ഷം കടക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യവും. കഴിഞ്ഞ 26-ന് സർക്കാർ 3000 കോടി രൂപ കടമെടുത്തിരുന്നു. അന്നും ശമ്പളവും പെൻഷനും ഒക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബോണസുകൾ, അലവൻസുകൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സർക്കാർ ആ കടമെടുത്തത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ഓണക്കാല ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു 4000 കോടി സെപ്റ്റംബർ 2-ന്, അതായത് 26-ാം തീയതി തുടങ്ങിയ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും 4000 കോടി കടമെടുത്തിരുന്നു. ആഴ്ചയൊന്നും തികയുന്നതിന് മുൻപ് തന്നെ 4000 കോടി കടമെടുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നുള്ളത്. ഓണക്കാല ചെലവുകൾക്ക് ഏതാണ്ട് 20,000 കോടിയോളമെങ്കിലും വേണം എന്നുള്ളതാണ് ഒരു റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് പോലും സർക്കാരിൻ്റെ കയ്യിൽ കടമെടുത്താൽ പോലും തികയാത്തത്ര വലിയ ബാധ്യത സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ വലിയ ചെലവുകൾ സർക്കാരിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇതിന് കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുപ്രീം കോടതി പോലും വിമർശിച്ച ആ സമീപനത്തിലൂടെയാണ് സർക്കാർ പോകുന്നത്. ഇപ്പോൾ ഈ കടമെടുപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 4000 കോടി കൂടി കടമെടുക്കുന്നതോടുകൂടി 27,000 കോടിയാകും ഈ സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മുതൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സർക്കാർ സെപ്റ്റംബർ 2-ാം തീയതിയുള്ള കാലയളവിൽ സർക്കാർ കടമെടുക്കുന്നത് 27,000 കോടി രൂപ. 29,799 കോടി വരെയാണ് ഈ വരുന്ന ഡിസംബർ വരെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക. അതുപോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8,250 കോടി രൂപ കടമെടുക്കാൻ അധികമായി സംസ്ഥാനത്തിന് കേന്ദ്രം അനുമതി നൽകിയത് കൊണ്ട് മാത്രമാണ് അത്രയും തുകമെങ്കിലും കടമെടുക്കാൻ നമുക്ക് കഴിയുക. ഈ 29,799 കോടിയിൽ നിന്ന് ഇപ്പോൾ തന്നെ 27,000 കോടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാണ്ട് 2,799 കോടി കൊണ്ട് വേണം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ സർക്കാരിന് നിറവേറ്റേണ്ടത്. ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുണ്ട്, നിയമസഭാ സമ്മേളനമുണ്ട്, ക്ഷേമ പെൻഷനുകൾ നൽകേണ്ടതുണ്ട്, മറ്റ് അലവൻസുകൾ നൽകേണ്ടതുണ്ട്, സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വരുന്ന 4 മാസത്തേക്ക് സർക്കാരിൻ്റെ മുമ്പിലുണ്ടാകുക വെറും 2,799 കോടിയും പിന്നെ ലോട്ടറിയിൽ നിന്നും നികുതിയിൽ നിന്നുമൊക്കെയുള്ള ചെറിയ വരുമാനവുമാണ്. എങ്ങനെ പോയാലും കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ നിത്യ ചെലവുകൾ പോലും നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളം വീഴുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്. നേരത്തെ പലവിധമായ പരിഷ്കാരങ്ങൾ, ഇപ്പോൾ GST പരിഷ്കാരം പോലെ ജനങ്ങൾക്ക് ഗുണകരമാകേണ്ട നിരവധി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടും അതിനെയൊക്കെ എതിർക്കുന്നത് സംസ്ഥാനത്തിന് മറ്റ് വരുമാനങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല, പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നികുതി പിരിവിലടക്കം വലിയ വീഴ്ചകൾ വരുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. മദ്യശാലകളുടെയൊക്കെ എണ്ണം കൂട്ടുമ്പോഴും അവയിൽ നിന്ന് സർക്കാരിനേക്ക് വരേണ്ട വിറ്റുവരവ് ടാക്സ് പോലും കൃത്യമായി പിരിച്ചെടുക്കാൻ കേരളത്തിൽ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പമാണ് വീണ്ടും കടമെടുത്ത് കേരളം മുടിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷമായ അവസ്ഥ കഴിഞ്ഞ 19-ാം തീയതി തന്നെ നമുക്ക് വ്യക്തമായതാണ്. കാരണം സംസ്ഥാന സർക്കാർ വീണ്ടും ഈ ട്രഷറി നിയന്ത്രണം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ തന്നെ നിലനിന്നിരുന്ന നിയന്ത്രണമാണ്. അത് 25 ലക്ഷം രൂപ വരെയൊക്കെയുള്ള ബില്ലുകൾ മാറുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ മാറിയെടുക്കാമായിരുന്നു. എന്നാൽ ഈ 19-ാം തീയതി കൂടി അങ്ങനെ മുൻകൂർ അനുമതി ഇല്ലാതെ മാറിയെടുക്കാവുന്ന ബില്ലുകളുടെ പരമാവധി തുക എന്നുള്ളത് അത് 10 ലക്ഷം വരെയാക്കി കുറച്ചേക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇനി ഒരുപക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണെങ്കിൽ കടമെടുക്കാൻ കഴിയുന്ന തുകയുടെ പരിധി അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ട്രഷറി നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ അനിയന്ത്രിതമായ കടമെടുപ്പ് കണക്കുകൾ നമ്മോട് പറയുന്നുണ്ട്. KP, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. പ്രജിത്ത് മോഹനൻ വിശദാംശങ്ങൾ നൽകി.